വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഞാൻ ഇൻട്രോയിൽ തന്നെ പറഞ്ഞു വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് മെന്റലിസ്റ്റ് ആണ്. അതുപോലെ യു ഹോൾഡ് മെനി റെക്കോർഡ്സ് അല്ലേ? എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡാണ് ഫാസ്റ്റസ്റ്റ് മൈൻഡ് റീഡ് ഓഫ് ഇന്ത്യ. അതായത് 1 മിനിറ്റിനുള്ളിൽ ഏറ്റവും കൂടുതൽ പേരുടെ മൈൻഡ് റീഡ് ചെയ്തതിനുള്ള ഒരു റെക്കോർഡാണ് എൻ്റെ പേരിലുള്ളത്. താങ്ക് യു. എത്ര പേരുടെ വരെയാണ് ആ 1 മിനിറ്റ്? 23 പേരുടെ മൈൻഡ് റീഡ് ചെയ്യോ? ശരി, 1 മിനിറ്റിൽ. ഓക്കെ. ഞാൻ 2014 ഒരു ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ പ്രഡിക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം എന്തായിരിക്കും 6 ലീഡിംഗ് ന്യൂസ് പേപ്പറുകളുടെ ഹെഡ്ലൈൻ എന്നുള്ളത് ഒരു മാസം മുമ്പേ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ 2018 വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഏത് ടീമിനോട് എത്ര ഗോളുകൾക്ക് വിൻ ചെയ്യും എന്നുള്ളത് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടി എന്തൊക്കെയാണ്? ഒരു ചെറിയ ഒരു എക്സ്പെരിമെന്റ് ചെയ്തതിന് ശേഷം, ഒരു ഗെയിം ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആക്ടിലേക്ക് പോവാം. അപ്പൊ നമുക്കൊരു വാം അപ്പ് ആവുമല്ലോ. അതെ, ഓക്കെ, റെഡി. 2 ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഗോപികയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ ബി കൂൾ. ഓക്കെ, ഇതില് ഏതെങ്കിലും ഒന്ന് പോയിന്റ് ചെയ്യാമോ? എ ഓർ ബി? എ. ഓക്കെ. ഇനി ഇഫ് യു ഡു യു വാണ്ട് ടു യൂസ് ദാറ്റ് ഓർ യു വാണ്ട് ടു എലിമിനേറ്റ് ദാറ്റ്? ഏത് വേണം? I want to use it. അപ്പോൾ അത് കയ്യിൽ വെച്ചോളൂ. ദൈവമേ, എലിമിനേറ്റ് ചെയ്യേണ്ട സാധനം. ഇങ്ങനെ പിടിച്ചു. സോ യു വാണ്ട് ടു യൂസ് ദാറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫോർ യു. സോ യു ഹാവ് ടു എലിമിനേറ്റ് ദാറ്റ്, റൈറ്റ്? ഓക്കെ, യെസ്. Other one. You have to eliminate the other one. So you have to eliminate by smashing it. Okay. Smash ചെയ്യട്ടെ? Yes, with your right hand. Yes. Very simple. Cool. But actually that was my gift. ഞാൻ പറയാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ 2 പേപ്പർ ബാഗിൽ ഒന്ന് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, മറ്റത് സേഫ് ആയിരുന്നു. ഞാൻ ആദ്യമേ അത് പറഞ്ഞാൽ ഗോപിക ഡിസ്റ്റർബ്ഡ് ആവും, എന്താ പറയുക, തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടും. ബട്ട് ആക്ച്വലി അത് അല്ല, ഇതാണ് എലിമിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി ഡേഞ്ചറസ്. അതിനകത്ത് എന്താണെന്നുള്ളത് നോക്കാം. എന്തായിരുന്നു? Take it out. It's a sharp steel knife inside. കത്തിയാ? ഞാൻ എലിമിനേറ്റ് ചെയ്തിരുന്നെങ്കിലോ? So okay. അപ്പം ഞാൻ ഇതാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ അടുത്ത് എലിമിനേറ്റ് ചെയ്യാൻ പറയുമായിരുന്നോ? ഇല്ല അല്ലേ? തിരിച്ചായിരുന്നെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് പറയിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. പ്രീതേ, സംഭവിച്ചെന്നറിയോ? ഒരു കത്തിക്ക് മറ്റൊരു കത്തിയെ മനസ്സിലാവും പെട്ടെന്ന്. അതിനിടയ്ക്ക് കണ്ടുപിടിച്ച് ഇത്രയും നേരം എടുത്ത് ആലോചിച്ച് എന്തെങ്കിലും പണി ഇവൾക്ക് കൊടുക്കണമല്ലോ. അപ്പോഴാണ് കത്തിയുടെ കാര്യം ഓർമ്മ വന്നത്. അപ്പൊ ഇനി നെക്സ്റ്റ് വൺ. ഞാൻ പറഞ്ഞു, നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കും നമുക്കറിയില്ല എന്നുള്ളതാണ്, അല്ലേ? ശാസ്ത്രം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും ഭാവിയെക്കുറിച്ച് അറിയാനുള്ള ഒരു മാർഗവും ഇതുവരെ ഇല്ല. പക്ഷേ മെന്റലിസത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഭാവിയെക്കുറിച്ച് അറിയാം എന്നുള്ളൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്. ഓക്കെ, സോ ഇവിടെ ഞാനൊരു ബലൂൺ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഞാൻ വീർപ്പിച്ചിട്ട് ആദ്യം ഗോപിയുടെ കയ്യിൽ തരാം. Keep it safe. Okay. ഇനി അവിടെ ഇരുന്നോളൂ. Be cool. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഈ ഫ്ലോറിൽ ഒരു ഇമാജിനറി ടൂർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നസീർക്ക ഏതെങ്കിലും ഇന്ത്യക്ക് വെളിയിലുള്ള ഏതെങ്കിലും ഒരു രാജ്യം മനസ്സിൽ സെലക്ട് ചെയ്യാം. അത് ഏതും ആകാം. ഓക്കെ ഓക്കെ, ഇപ്പം നസീർക്കയുടെ മനസ്സിൽ ഒരു കൺട്രി നെയിം ഉണ്ട്, റൈറ്റ്? പറയാമോ? ഞാൻ പറയണോ? പറയൂ. ജപ്പാൻ. സോ നസീർക്ക് സെലക്ട് ചെയ്യുന്നത് ജപ്പാനിലേക്ക് പോകാനാണ്. സോ ഞാനത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ ജപ്പാനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളവിടെ കാഴ്ചകൾ കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ കറങ്ങാനൊക്കെ ഇറങ്ങുമ്പോൾ ഏത് വാഹനത്തിൽ യാത്ര ചെയ്യണം എന്നുള്ളത് അജയൻ ചേട്ടന് സെലക്ട് ചെയ്യാം. കാറ് തന്നെ. കാറ് മതി. അതൊരു കോമൺ ചോയ്സ് ആണ്. കുഴപ്പമില്ല, കോമൺ അത് മതി, കാർ തന്നെ മതി. ഓക്കെ, സോ വെഹിക്കിൾ ഇറ്റ്സ് എ കാർ. ഓക്കെ, അപ്പോൾ നാദിർക്ക
നമ്മുടെ കൂടെ നമ്മുടെ ഈ ജപ്പാനിൽ നമ്മുടെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഏത് സെലിബ്രിറ്റി ആയിരിക്കും ഉണ്ടാവുക? നാദർക്കൊക്കെ ഒരു സെലിബ്രിറ്റിയെ ചൂസ് ചെയ്യാം. എ.ആർ. റഹ്മാൻ. എ.ആർ. റഹ്മാൻ. ഓക്കെ, നൈസ്. സെലിബ്രിറ്റി എ.ആർ. റഹ്മാൻ. ഓക്കെ, അപ്പം നമ്മൾ 3 കാര്യങ്ങൾ ചൂസ് ചെയ്തു. ഈ ഒരു പ്രോഗ്രാമിന് മുമ്പ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുക, സാധാരണ മെൻ്റലിസം പ്രോഗ്രാം വരുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്. ഇതിനു മുമ്പ് ഞാൻ സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ഇല്ലല്ല. ഈ ഒരു ഫ്ലോറിൽ ക്യാമറ ഓൺ ആവുന്നതിന് മുമ്പ് നമ്മളൊന്നും സംസാരിച്ചിട്ടില്ല. നിങ്ങളുടെ മനസ്സിൽ ജെന്യൂനായിട്ട് ഇപ്പോൾ വന്ന കാര്യമാണ് പറഞ്ഞത് അല്ലേ? ജപ്പാനിൽ പോകുന്നു, കാറിൽ യാത്ര ചെയ്യുന്നു, നമ്മുടെ കൂടെ എ.ആർ. റഹ്മാനുണ്ട് അല്ലേ? ഓക്കെ, ഇനി ആ ബലൂൺ സേഫ് ആണല്ലോ? ഒന്ന് ഇങ്ങോട്ട് വരാമോ? സോ ഇതാണ് നമ്മുടെ സെലക്ഷൻസ്. കൺട്രി ജപ്പാൻ, വെഹിക്കിൾ, കാർ, സെലിബ്രിറ്റി എ.ആർ. റഹ്മാൻ. ഇനി ഇതൊന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കാവോ? അതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ട്. ഉണ്ടോ? ഉണ്ട്. അത് എന്താണെന്നുള്ളത് നമ്മൾ പൊട്ടിച്ച് മാത്രമേ പുറത്തെടുത്ത് നോക്കാൻ പറ്റൂ അല്ലേ? കാരണം ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ആണ്, റൈറ്റ്? ഇത് പൊട്ടിക്കുന്ന സമയത്ത് പുറത്ത് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഫ്ലോറിലേക്ക്. അത് പ്രിവെന്റ് ചെയ്യാനായിട്ടൊരു നെറ്റ് ക്ലോത്ത് ഉണ്ട് ഇവിടെ. അതിൻ്റെ കൂടെ ഒരു പിന്നുണ്ട്, റൈറ്റ്? സോ ആ നെറ്റ് ക്ലോത്ത് ഒന്ന് എടുക്കാവോ? അതൊന്ന് തുറന്ന് എല്ലാവരെയും കാണിക്കാം. ആദ്യം സീ ത്രൂ ആണ്, എന്താ പറയുക, ഇതിനകത്ത് ഒന്നും കൺസീൽ ചെയ്തിട്ടില്ല. അതൊന്ന് ടേബിളിൽ വിരിച്ചു വെക്കാം. പിന്ന് കയ്യിലുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ ഇതിനെ ഇവിടെ വെച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്യാണ്. സി, അപ്പോൾ നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് അതിനകത്ത് എന്താണോ അത് പുറത്തേക്ക് പോവില്ല, റൈറ്റ്? ജസ്റ്റ് ഓക്കെ. സോ ഇതിനകത്ത് ബലൂൺ പീസുകളുടെ കൂടെ ഒരു പേപ്പർ പീസ് കാണാം അല്ലേ? പ്ലീസ് ടേക്ക് ഇറ്റ് ഔട്ട്, ഓപ്പൺ ഇറ്റ്. ആൻഡ് we selected country Japan, vehicle, car, celebrity A.R. Rahman, and inside that balloon there is a piece of paper and there is a message. Please read it aloud. On the floor of Comedy Masters, we will plan our tour to Japan, Yes, travel in Japan. a car with our friend A.R. Rahman. True. That's it. അടിപൊളി. Thank you. Ini, next one. Next one, ഞാനൊന്ന് അങ്ങോട്ട് വന്നോട്ടെ. വേണ്ട, ഒരു കുറച്ച് കാർഡുകളുണ്ട് എൻ്റെ കയ്യിൽ. ഇതിൽ ഞാൻ 3 കാർഡുകൾ, ഇത് നസീർക്കുള്ളതാണ്. ഓക്കെ, ഒന്ന് അജയൻ ചേട്ടനുള്ളതാണ്, മറ്റേത് നാദിർഷക്കുള്ളതാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന എന്തെങ്കിലും ഒരു ചിത്രം വരയ്ക്കണം. അത് ചിത്രം എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഷേപ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ, അങ്ങനെ എന്തെങ്കിലും ഒന്ന്. എന്തും വരയ്ക്കാം. അതെ, എന്തും വരയ്ക്കാം. ബട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ കുത്തബ് മീനാറിന്റെ ടോപ്പ് വ്യൂ എന്നൊന്നും പറഞ്ഞ് വരയ്ക്കരുത്. അപ്പോൾ അതുപോലെ വരച്ചതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് ഫേസ് ഡൗൺ ആയിട്ട് വെച്ചിട്ട് പക്രുചേട്ടൻ്റെ കയ്യിൽ കൊടുക്കാം. പക്രുചേട്ടൻ വരച്ചതിന് ശേഷം ഇത് രണ്ടും കൂടിയിട്ട് നാദർഷക്കാരൻ്റെ കയ്യിൽ കൊടുക്കാം. നാദർഷക്ക 3 കൂടി ഒന്ന് കളക്ട് ചെയ്യണം. ഓക്കെ, ഈ വരയ്ക്കാൻ അറിയുന്നവർക്കാണ് ഒരു ചെറിയ പടം വരയ്ക്കാൻ പറഞ്ഞ എത്ര പാടല്ലേ? നസീർക്കയിലെ ആർട്ടിസ്റ്റിനെ തുറന്നു വിടുകയാണോ? ഇടില്ല, ഞാൻ വരച്ചില്ല. കോപ്പി അടിയല്ലേ? ഫേസ് ഡൗൺ ആയിട്ട് വെച്ചോ നാസിർക്ക? വെച്ചു കമത്തി വെച്ചിരിക്കുക. ഇവന് കോപ്പി അടിക്കുന്നുണ്ടോ? അതെ, അജയനെ മോണോലിസിനെ വരയ്ക്കണം. പോണോ എന്താ ഓക്കെ. ഇനി ആ 2 കാർഡും ഓക്കെ, അത് നാദിർഷക്ക കൂടി വരച്ചതിന് ശേഷം കൊടുക്കണോ? അതെ, കൊടുത്തോളൂ. ഈ പുള്ളി കൊടുക്കണോ? ഫേസ് ഡൗൺ ആയിട്ട് കൊടുത്താൽ മതി. കാണിക്കല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, നാദിർഷക്ക വരച്ചു കഴിഞ്ഞു. അപ്പോൾ നാദിർഷക്ക 3 കൂടി ഒന്ന് കളക്ട് ചെയ്തിട്ട് ഫേസ് ഡൗൺ ആയിട്ട് തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്യാമോ അതിനെ? ഇപ്പൊ ഏത് ഓർഡറിലാണെന്ന് എനിക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശരി, മിക്സ് ചെയ്തതിന് ശേഷം അത് അതുപോലെ എൻ്റെ ഡെക്കിൽ തന്നെ വെക്കാം. ഓക്കെ, സോ പേന ഞാൻ തിരിച്ചെടുക്കുകയാണേ. സോ 3 ചിത്രങ്ങളുണ്ട്.
അപ്പൊ ഇവര് ഏത് ഓർഡറിലാണെന്ന് എനിക്കറിയില്ല. അറിയില്ല. ഇനി എന്തൊക്കെയാണ് ഇവർ വരച്ചിരിക്കുന്നത് ആരെന്താ എനിക്കറിയില്ല. വരച്ചതെന്ന് സോ 1 2 3 3 കാർഡുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് ആരൊക്കെ എന്തൊക്കെ വരച്ചിട്ടുണ്ടെന്ന് അറിയില്ല. സോ നമുക്ക് ഫസ്റ്റ് പിക്ചർ എന്താന്ന് നോക്കാം. ഇപ്പം ഏതായാലും അതിനകത്തൂടെ എനിക്ക് കാണില്ല, ഫുൾ ഡെക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഐ എം ട്രൈങ് ടു സെൻസ് ദാറ്റ് ഐ തിങ്ക് അജയൻ ചേട്ടൻ്റെ അവനാണ് സാധ്യത. ഇത് സംഭവം നമ്മൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്തോ ആണ് ഇതിലെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റാണോ? ആണോ? ആ യാത്രയും ചെയ്യാം. ഓക്കെ, റൈറ്റ്, യാത്രയും ചെയ്യാം. ഐ തിങ്ക് ഇതൊരു തോണി ആണോ, ബോട്ട് അതെ. ആണോ? അതെ. That's it. Thank you. Yes, look at this. ഒരു വള്ളമാണ് വരച്ചിട്ടുള്ളത്. ഒന്ന് ക്യാമറ കാണിക്കാവോ? അത് കളയല്ലേ, ഇത് കഴിഞ്ഞ് ലേലത്തിന് വെക്കണം, ഒരുപാട് കാശ് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തത് ഇത് ആരുടേതാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ദിസ് ഈസ് സംതിങ് ലൈവ്, ഐ തിങ്ക്. ലൈവ് ജീവനുള്ള എന്തോ ആണ്. ഓക്കെ. ആ, നാദുഷൊക്കെ വരച്ചാണ് സാധ്യത അല്ലേ? ഇറ്റ്സ് എ ബേർഡ്. ഐ തിങ്ക് ഇറ്റ്സ് എ പാരറ്റ്. കോഴിയല്ല. ഇറ്റ്സ് എ പാരറ്റ്, റൈറ്റ്? പാരറ്റ് ആണ്. That's it. Thank you. That's it. Number 3 is a parrot. So last one. ഒന്ന് കൈവച്ച് നോക്കി എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇനി വൈബ്രേഷൻ. നാച്ചുറൽ ഓർ മാൻ മെയ്ഡ് എന്ത് തോന്നുന്നു? ഇത് നാച്ചുറൽ ആണ്. ഗുഡ്, കറക്റ്റ്. Then ഇത് ജീവനുള്ളതാണ്. വെരി ഗുഡ്. ആണോ? അടുത്ത് നിൽക്കുമ്പോ കുറച്ചൊക്കെ ആ ഒരു യെസ്. നസീർക്കയുടെ മനസ്സ് ഞാൻ അറിയുന്നു. ഇനി ഒന്നും വരുന്നില്ല, മങ്ങലാണ്. മൊത്തത്തിലൊരു മങ്ങലാണ്. നമുക്ക് നോക്കാം. ഇറ്റ്സ് ഒരു ആനിമലാണ്, ബട്ട് ഇറ്റ്സ് നോട്ട് എ പെറ്റ് ആനിമൽ. ഇറ്റ്സ് ഐ തിങ്ക് ഇറ്റ്സ് എലിഫന്റ്, റൈറ്റ്? യെസ്. That's it. Thank you. എന്റെ മനസ്സിൽ ടൈഗർ ആയിരുന്നു. Wow, super. കാണുന്നുണ്ടല്ലോ ക്യാമറയ്ക്ക്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആനിമൽ, ഒരു ആന വരച്ചിട്ടുണ്ട്. താങ്ക് യു. ഗംഭീരായിരുന്നു കേട്ടോ. താങ്ക് യു. Can't believe this.